ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിശ്വാസികൾ മാസപ്പിറവി ദൃശ്യമായാൽ അറിയിക്കണമെന്ന് കുവൈറ്റ് നീതിന്യായ മന്ത്രാലയം. ശനിയാഴ്ച ചന്ദ്രകല ദർശിക്കുന്ന സ്വദേശികളും വിദേശികളും 25376934 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പെരുന്നാൾ പ്രഖ്യാപനം സംബന്ധിച്ച് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൽ 29-ന് വൈകിട്ട് യോഗം ചേരും. ഒമാനിൽ ഒമാനികളുടെ മിനിമം വേതനം 400 റിയാലായി നിശ്ചയിക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ നിരവധി തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ച് ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് ബിൻ അലി ബൗവൈൻ. 2025-ൽ ഏകദേശം 45,000 പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സർക്കാർ മേഖലയിൽ ഏകദേശം 10,000 തൊഴിലവസരങ്ങൾ, സ്വകാര്യ മേഖലയിൽ 24,000 അവസരങ്ങൾ എന്നിവയായിരിക്കും സൃഷ്ടിക്കുക. മിനിമം വേതനത്തിൽ വർധനവ് വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് ബിൻ അലി ബൗവൈൻ പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെയാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യവും അദ്ദേഹം പറയുന്നത്. മിനിമം വേതനം 400 റിയാലായി നിശ്ചയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ എത്തുന്നതെന്നും വ്യക്തമാക്കി. രാജ്യത്ത് തൊഴിൽ വർധനവുമുണ്ടാകും. 2025-ൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ധനകാര്യ സാമ്പത്തിക സമിതി മന്ത്രിമാരുടെ കൗൺസിൽ ബന്ധപ്പെട്ട എല്ലാവരും ഈ നിർദ്ദേശം സമഗ്രമായി വിലയിരുത്തും. പൊതു സ്വകാര്യ മേഖലകളിൽ പ്രവേശിക്കുന്ന പുതിയ ഒമാനി ജീവനക്കാരുടെ എണ്ണം സമീപ വർഷങ്ങളിൽ 1,50,000 കവിഞ്ഞതായി തൊഴിൽ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത്രയും വലിയ അളവിൽ വ്യക്തികൾ തൊഴിൽ മേഖലയിൽ ചേരുന്നത് ഇതാദ്യമായാണ്. ഈ പുതിയ ഒമാനി ജീവനക്കാരിൽ ഏകദേശം 60,000 മുതൽ 70,000 പേർ സർക്കാർ മേഖലയിൽ ചേർന്നപ്പോൾ 80,000 മുതൽ 90,000 പേർ സ്വകാര്യ മേഖലയിലും ജോലി കണ്ടെത്തി. റിയാദ കാർഡുകൾ കൈവശമുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വലിയ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, ഫ്രീലാൻസ് ജോലികൾ, സർക്കാർ കമ്പനികൾക്കുള്ളിലെ താൽക്കാലിക കരാറുകൾ എന്നിവയ്ക്കുള്ള പിന്തുണ കൂടുതൽ ഉറപ്പാക്കും. ഇതുവഴി രാജ്യത്ത് തൊഴിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. തൊഴിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. പരിശീലനവുമായി ബന്ധപ്പെട്ട തൊഴിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന കമ്പനികളെ മന്ത്രാലയം സജീവമായി നിരീക്ഷിച്ചു വരികയാണ്. പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക സ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനുമുള്ള നീക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒമാൻ സാമൂഹിക സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ കൊണ്ടുവന്നിരുന്നു. 1990കളിൽ ഒമാനി സമ്പദ്വ്യവസ്ഥയുടെ വികസനവും പ്രാദേശിക തൊഴിലാളികളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതോടെ വേതനത്തിനും ജീവിത ചെലവിനും ഇടയിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ വികസിപ്പിച്ചു തുടങ്ങി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രണ്ടാമത്തെ രാജ്യമായി UAE തെരഞ്ഞെടുക്കപ്പെട്ടു. നാംബിയോയുടെ 2025-ലെ സുരക്ഷാ സൂചികയിലാണ് UAEയും ഖത്തറും മികച്ച നേട്ടം സ്വന്തമാക്കിയത്. UAE 100-ൽ 84.5 എന്ന ശ്രദ്ധേയമായ സുരക്ഷാ സൂചിക സ്കോർ നേടിയപ്പോൾ 84.2 സ്കോറുമായാണ് ഖത്തർ മൂന്നാമതെത്തിയത്. 84.7 സ്കോറുമായി യൂറോപ്യൻ രാജ്യമായ അൽഡോറ ഒന്നാം സ്ഥാനം നേടി. തായ്വാൻ 4ാം സ്ഥാനവും കരസ്ഥമാക്കി. നാംബിയോയുടെ ഈ വർഷത്തെ സുരക്ഷാ റാങ്കിങ്ങിൽ GCC രാജ്യങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു. ആഗോളതലത്തിൽ 5ാം സ്ഥാനം നേടി ഒമാനും UAEക്കും ഖത്തറിനോടൊപ്പം ആദ്യ 5 സ്ഥാനങ്ങളിലെത്തി. 76.1 സ്കോറുമായി 14ാം സ്ഥാനത്തെത്തിയ സൗദി അറേബ്യയും 75.5 സ്കോറുമായി 16ാം സ്ഥാനത്തെത്തിയ ബഹ്റൈനും ഉൾപ്പെടെ സുരക്ഷിതമായ ആദ്യ 20 രാജ്യങ്ങളിൽ 5 GCC രാജ്യങ്ങളാണ്. ശാസ്ത്രീയമായ രീതിയിൽ രാജ്യങ്ങളിലെ താമസക്കാർക്കിടയിൽ നടത്തിയ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് നാംബിയോ ലോക സുരക്ഷാ സൂചിക തയ്യാറാക്കിയത്. കുറ്റകൃത്യങ്ങളുടെ തോത്, സുരക്ഷാ ആശങ്കകൾ, അക്രമ കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് സുരക്ഷാ കുറ്റകൃത്യ സൂചികകൾ തയ്യാറാക്കിയത്. 2025-ലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അഥവാ ആഗോള സന്തോഷ സൂചികയിൽ അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളെയും മറ്റെല്ലാ അറബ് രാജ്യങ്ങളെയും പിന്നിലാക്കി UAE ആഗോളതലത്തിൽ 21ാം സ്ഥാനം നേടിയിരുന്നു. ഗാലപ്പ് പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025-ലായിരുന്നു UAEയുടെ ഈ നേട്ടം.
ഖത്തറിൽ ഈദുൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 7 വരെ രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അമീറി ദിവാനി അറിയിച്ചു. ഈദുൽ ഫിത്തർ അവധി കഴിഞ്ഞ് ഏപ്രിൽ 8 പ്രവൃത്തി ദിവസമായിരിക്കും. ഔദ്യോഗികമായി 9 ദിവസമാണ് അവധി പ്രഖ്യാപിച്ചതെങ്കിലും ഈ ആഴ്ചയിലെ വാരാന്ത്യ അവധി ഉൾപ്പെടെ ജീവനക്കാർക്ക് 11 ദിവസത്തെ അവധി ലഭിക്കും. ഈ ആഴ്ചയിലെ അവസാന പ്രവൃത്തി ദിവസമായ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ 8-ന് മാത്രമേ ജോലിയിൽ പ്രവേശിക്കേണ്ടതുള്ളൂ. ഖത്തർ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റി നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ അവധി സംബന്ധമായ തീരുമാനം QCB ഗവർണർ കൈക്കൊള്ളണമെന്നും അമീറി ദിവാനി അറിയിച്ചു. ഖത്തർ കലണ്ടർ ഹൗസിന്റെ പ്രഖ്യാപനമനുസരിച്ച് ഞായറാഴ്ചയായിരിക്കും ഖത്തറിൽ ഈദുൽ ഫിത്തർ എന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സാധാരണഗതിയിൽ 3 ദിവസമാണ് ഈദ് അവധി അനുവദിക്കാറുള്ളത്. എന്നാൽ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ 4-5 ദിവസം അവധി നൽകാറുണ്ട്. രാജ്യത്തെ പൊതു അവധി ദിവസങ്ങളിലും അനിവാര്യമായി പ്രവർത്തിക്കേണ്ട മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ചില ക്രമീകരണങ്ങളോടെ പ്രവർത്തിക്കും. ഇത് സംബന്ധമായ അറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ മന്ത്രാലയങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയാണ്. ഏകീകൃത GCC ടൂറിസം വിസ വൈകുമെന്ന് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി. ഷൂറ കൗൺസിലിന്റെ 8ാമത് സെഷനിൽ നടന്ന ചർച്ചയിൽ ഏകീകൃത വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. അംഗരാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകളും രാജ്യങ്ങൾക്കിടയിലെ വ്യത്യസ്ത വീക്ഷണകോണുകളും കാരണം ഇത് നടപ്പിലാക്കാൻ സമയമെടുക്കും. നിർദ്ദേശം ഇപ്പോഴും ഗവേഷണത്തിലും പഠനത്തിലുമാണ്. 2023-ൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഈ സംരംഭം GCCയിലുടനീളമുള്ള യാത്ര ലളിതമാക്കി ടൂറിസം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണെന്നും മഹ്റൂഖി ചൂണ്ടിക്കാണിച്ചു. ഏകീകൃത GCC സന്ദർശന വിസ GCC ഗ്രാൻഡ് ടൂർസ് എന്ന പേരിലാണ് അറിയപ്പെടുക. വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും 6 രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് 30 ദിവസത്തെ കാലാവധി ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത്. ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന മേഖലകളിൽ GCCയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിനെ ലക്ഷ്യമാക്കും. ഒമാനിലടക്കം ഹ്രസ്വകാല വാടകക്കാർ വർദ്ധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും മൊത്തത്തിലുള്ള സമ്പദ്വ്യവസ്ഥയ്ക്ക് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാവുകയും ചെയ്യും. 6 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് റൂട്ടിനെക്കുറിച്ച് അതത് സർക്കാരുകൾ പഠനം നടത്തിയിട്ടുണ്ട്. ഒമാനികൾക്ക് മിനിമം വേതനത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നും ഇത് 400 ഒമാനി റിയാലായി നിശ്ചയിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ടെന്നും തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് അറിയിച്ചു. ഒരു പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ 400 ഒമാനി റിയാലാണ് മുൻഗണന നൽകുന്നതെങ്കിലും അന്തിമ തീരുമാനം കൂടുതൽ വിലയിരുത്തലിനും ചർച്ചകൾക്കും വിധേയമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.